നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. വീട്ടിൽ പോയിട്ടല്ല, തെരുവിലിറങ്ങി ജനങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം ഡീൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതനായി മുഖ്യമന്ത്രി. ഞാൻ കുറേ സീറ്റുകളുടെ കാര്യം ഇന്നലെ പറഞ്ഞു അല്ലേ? പാലക്കാട് പറഞ്ഞു, കോന്നി പറഞ്ഞു, റാന്നി പറഞ്ഞു. ഏറ്റുമാനൂർ എന്തായിരുന്നു? ഏറ്റുമാനൂർ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയില്ല. 2020 ഏറ്റുമാനൂർ BJP വോട്ട് പിടിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. തൃപ്പൂണിത്തുറയിൽ 23,000-ലധികം വോട്ട് BJP പിടിക്കുകയും BJP തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിക്കുകയും ചെയ്ത സ്ഥലമാണ്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. 2020 ഇതാണ് സ്ഥിതി. ചെങ്ങന്നൂരിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തി, പക്ഷേ പാർട്ടിക്കകത്ത് ഭയങ്കര കലാപം ഉണ്ടാക്കുന്ന ആളെ നിർത്തി കൊടുത്തു. വീണ്ടും ആറന്മുളയിൽ ഘടകകക്ഷിക്ക് കൊടുക്കാൻ പോയപ്പോൾ BJPയിൽ കലാപം ഉണ്ടായതുകൊണ്ടാണ് കുമ്മനം രാജശേഖരന് സീറ്റ് കൊടുത്തത്. അപ്പോൾ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂർ, ഏറ്റുമാനൂർ, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77-ൽ? ആർക്കറിയാൻ പാടില്ലാത്തത്? ശ്രീ എമ്മുമായി അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതാരാ? പിണറായി വിജയനാണ്, VD സതീശനല്ല. അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ് ഞാൻ. മസ്കറ്റ് ഹോട്ടലിൽ ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ RSS നേതാക്കളുമായി രഹസ്യമായി ചർച്ച നടത്തിയത് പിണറായി വിജയനാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇപ്പോൾ എന്താ CPM നേതാക്കൾ ചെയ്യുന്നത്? മുഖ്യമന്ത്രി അതിന് ഒരു മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത കുറേ വാക്കുകളുണ്ട്. എന്താണ്? നികൃഷ്ടജീവി, പരനാരി, കുലംകുത്തി, ചെറ്റ. ഇപ്പം ബാക്കി നേതാക്കന്മാർ ഇസക്കിൻ്റെ സംഭാവന കോമാളി. ഒരു കലാകാരനെ കോമാളി എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകരെ അപമാനിക്കുന്ന തരത്തിൽ സിനിമയിൽ ഹാസ്യവേഷം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു നടനെ, ഒരു കലാകാരനെ, ഒരു സാംസ്കാരിക പ്രവർത്തകനെ കോമാളി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. ചെറ്റ എന്ന് പറയുന്ന വാക്ക് ചാരുതയുള്ള പ്രയോഗമാണെന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഞാൻ പറയട്ടെ, ഭാഷയിലും സാംസ്കാരിക ഇടങ്ങളിലും പൊതുമണ്ഡലത്തിലും ഇവരുടെ നാവിൽ നിന്ന് പെയ്തു വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് ശുചീകരിക്കാൻ ഒരു സാംസ്കാരിക ഹരിതകർമ്മസേന ഉണ്ടാക്കേണ്ടി വരും. ഇതെല്ലാം അടിച്ചുവാരി തുടയ്ക്കാൻ സാംസ്കാരിക ഹരിതകർമ്മസേനയുടെ ജോലി അവർ നാട് വൃത്തിയാക്കലാണ്. പക്ഷെ ഇവരുടെ നാവിൽ നിന്ന് വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് അടിച്ചു മാറ്റാൻ ഒരു പുതിയ സാംസ്കാരിക ഹരിതകർമ്മ സേന. മുഖ്യമന്ത്രി എന്തിനാ ഇത്ര പ്രകോപിതനാകുന്നത്? എന്തിനാ ഇത്ര മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയക്കാരെ കുറിച്ച് ആളുകൾക്ക് പുച്ഛമുണ്ടാവും. ഇത്തരം വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാൽ എത്ര മനോഹരമായ വാക്കുകളുള്ള ഭാഷയാണ് മലയാളം. അവിടെ നിന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്താ രക്ഷാപ്രവർത്തനം? രാഹുൽ ഗാന്ധി പറഞ്ഞു 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനുള്ള ഗ്യാരണ്ടിയാണ് അല്ലേ? ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതാണ് രക്ഷാപ്രവർത്തനം. അല്ലാതെ ചെടിച്ചട്ടി കൊണ്ടും സെക്യൂരിറ്റി ഗാർഡിൻ്റെ വടി കൊണ്ടും ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കുന്നതല്ല രക്ഷാപ്രവർത്തനം. അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ CPM വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം. CPM വിട്ടുപോരുന്നവരെ കൊല്ലുന്നതായിരുന്നു CPMൻ്റെ പരിപാടി. 52 വെട്ടിക്കൊന്ന ചന്ദ്രശേഖരൻ്റെ ഓർമ്മ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല, കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയും ചെയ്യും.